ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഒരു പൊട്ടാറ്റോ ബോൾസിൻ്റെ വീഡിയോ ആണ് അത്. ആദ്യം തന്നെ നമ്മൾ പൊട്ടാറ്റോ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഒരുപാട് ലാഗാക്കാണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഇനി അതിലേക്ക് ഞാനൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഉള്ളിലത്തെ ആ അരി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ചിക്കൻ മസാല, അതുപോലെ ഗരം മസാല, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ കുക്ക് ചെയ്യുമ്പം തന്നെ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാണ്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈയോട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇനി ജസ്റ്റ് കുറച്ചെടുത്തിട്ട് കയ്യിലൊന്ന് പരത്തി എടുത്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലേലും ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് പരത്തിയിട്ട് വെച്ചിട്ട് നല്ലൊരു ക്രാക്കൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് ബോൾസ് ആക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാട് ഉണ്ടാക്കുന്നതിനെ അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടുക. അതായത് ഉള്ളിയുടെ ആണെങ്കിലും വെളുത്തുള്ളിയുടെ ആണെങ്കിലും പച്ചമുളകിൻ്റെ ഒക്കെ ആണെങ്കിൽ എരിവിനൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനിത് എല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കുള്ളൂ. കാരണം ഏത് സാധനം അങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കൽ. ആദ്യം കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് മാത്രമേ കൂടുതലായിട്ട് ഉണ്ടാക്കുള്ളൂ. വെറുതെ കളയാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാനിതാ ഇത്രയും ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ബാറ്ററാക്കി റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് വേണം. നമുക്കൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ബ്രെഡും കൂടി പൊടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു 4-5 സ്ലൈസ് ബ്രെഡും കൂടി എടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിയണ്ട, അറിയാലോ ബ്രെഡ് ക്രബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിൽ ഓരോന്നിനും കോട്ട് ചെയ്തെടുക്കുക വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഈ മൈദൻ്റെ ബാറ്ററിൽ ബോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അത് ഇനി ബ്രെഡ് ക്രബ്സിലിട്ടിട്ട് എടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ എണ്ണ അവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുൾ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിൽ കുക്കാവാണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മുടെ ബ്രെഡ് ക്രബ്സിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടണം. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി ഞാനൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊക്കെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ചീസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. നല്ല റിച്ച് ലുക്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ